ലെഫ്റ്റ്. ഹായ് ബ്രോസ്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ബ്രോസ് ഇത് ആദ്യം തൊട്ട് കാണണം. അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണണം, എങ്കിലും മാത്രമേ അത് കറക്റ്റായിട്ട് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനിതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് സെൻസിറ്റിവിറ്റി, അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗയർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതേക്കൂട്ട് ഏതൊക്കെ ഗ്രിപ്പുകളുടെ ഗുണങ്ങൾ എന്താണ്, ആ ഗ്രിപ്പുകൾ ഏതൊക്കെ ഗ്രിപ്പ് ഉപയോഗിച്ച് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എല്ലാം ഞാൻ. ഹായ് ബ്രോസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സെൻസിറ്റിവിറ്റി. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതേ കൂട്ട് എങ്ങനെ ഒരു M4-ൽ നമ്മുടെ റീകോയിൽ കുറയ്ക്കാം, അതിൻ്റെ എങ്ങനെ സെൻസിറ്റീവ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. എങ്ങനെ നമ്മുടെ സ്പ്രേ പക്ക ആക്കാം, അതായത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് തന്നെ സ്പ്രേ ചെയ്യാമെന്ന് വെച്ചു, ആ ഒരു പോയിന്റ് തന്നെ എങ്ങനെ സ്പ്രേ ചെയ്യിപ്പിക്കാം അത് മാറാതെ. അത് സിമ്പിളായിട്ട് നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ബ്രോസ് ഇത് ആദ്യം തൊട്ട് കാണണം. അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണണം, എങ്കിലും മാത്രമേ അത് കറക്റ്റായിട്ട് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനിതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് സെൻസിറ്റിവിറ്റി, അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗയർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതേക്കൂട്ട് ഏതൊക്കെ ഗ്രിപ്പുകളുടെ ഗുണങ്ങൾ എന്താണ്, ആ ഗ്രിപ്പുകൾ ഏതൊക്കെ ഗ്രിപ്പ് ഉപയോഗിച്ച് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങൾക്കറിയാതെ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ആക്കുക, സബ് ചെയ്യാൻ മറക്കരുത് ബ്രോസ്. അപ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റിയിലോട്ട് പോവാം. ആദ്യമേ സെൻസിറ്റിവിറ്റി. നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, അതായത് ഇതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓരോരോ ക്യാമറകളാണ് ഇത്. ഫസ്റ്റ് ഫ്രീ ലുക്ക് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഐ കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രീ ലുക്ക്, ഇതാണ് ഫ്രീ ലുക്ക് ക്യാമറ. അതേ കൂട്ട് രണ്ടാമത്തെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ നോസ്കോപ്പും ഫസ്റ്റ് പേഴ്സൺ നോസ്കോപ്പും. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ TPP ആണ് തേർഡ് പേഴ്സൺ, അതായത് വേറൊരു ആളുടെ TPP എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, അതാണ് TPP. FPP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. ഇതിപ്പോൾ നമ്മൾ ഈ നമ്മുടെ ക്യാരക്ടറിനെ കാണുന്ന ഒരു മൂന്നാമത്തെ ഒരാൾ കാണുന്ന കൂട്ടാണ്, അതാണ് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. അതേപോലെ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളിൽ കൂടെ കാണുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ഇത് മനസ്സിലായല്ലോ. അപ്പം സെൻസിറ്റിവിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ ഇത് കണ്ടോ, തേർഡ് പേഴ്സൺ നോസ്കോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നോസ്കോപ്പ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന ഇതാണ് ആ സെൻസിറ്റിവിറ്റി. ഈ സെൻസിറ്റിവിറ്റിയാണ് അത്. ഇതൊരു പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴാണ്, അതായത് നമ്മളിങ്ങനെ നിന്നിട്ട് ഒരു സ്വൈപ്പ് തിരിച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി കറക്റ്റ് തിരിയണം. കണ്ടോ, ഒറ്റ സ്വൈപ്പ് നമ്മൾ സ്ക്രീനിൽ ഒറ്റ സ്വൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് 180 ഡിഗ്രി തിരിയണം. അതാണ് എനിക്കൊരു പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിൽ പോയിട്ട് ഇതിൽ പോയിട്ട് ഈ സെൻസിറ്റിവിറ്റി പോയിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഈ തേർഡ് പേഴ്സൺ നോസ്കോപ്പിൻ്റെ ഈ സെൻസിറ്റിവിറ്റി ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് 180 ഡിഗ്രി എവിടെയാണോ തിരിയുന്നത് അവിടെ വരെ നിങ്ങളിങ്ങനെ 5 കൂട്ടി 2 കൂട്ടി 1 കൂട്ടിയൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുക. അത് കറക്റ്റ് എനിക്ക് 105 എൻ്റെ ഇതിൽ തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ ഫോണിൽ XR-ൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 105. അത് എൻ്റെ ഒരു സ്വൈപ്പിന് എൻ്റെ ഒരു വിരൽ എത്ര നീങ്ങുമോ അതനുസരിച്ചാണ് ഞാൻ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ചിലരുടെ വിരൽ ഒരുപാട് നീങ്ങും, ചിലരുടെ കുറച്ച് നീങ്ങുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സെൻസിറ്റിവിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അതാണ് ക്യാമറ സെൻസിറ്റിവിറ്റി. അപ്പോൾ അത് ഓരോ സ്കോപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ക്യാമറ സെൻസിറ്റിവിറ്റി. അടുത്ത പറഞ്ഞാൽ ADS എന്ന് പറഞ്ഞാൽ എയിം ഡൗൺ സൈഡ് സെൻസിറ്റിവിറ്റി. എയിം ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഫയർ ചെയ്ത് ഇപ്പോൾ സ്കോപ്പ് ആണെങ്കിൽ ഫയർ ചെയ്ത് നമ്മുടെ വിരൽ വെച്ച് ഇങ്ങനെ താഴോട്ടാകത്തില്ലേ, ആ സെൻസിറ്റിവിറ്റിയാണ് എയിം ഡൗൺ സൈഡ് സെൻസിറ്റിവിറ്റി. മനസ്സിലായോ? അത് ഇങ്ങനെ നമ്മൾ താഴോട്ടാകുന്ന സെൻസിറ്റിവിറ്റിയാണ്. നമ്മുടെ വിരൽ വെച്ച് താഴോട്ട് റീകോയിൽ കൺട്രോൾ ചെയ്യത്തില്ലേ, ആ സെൻസിറ്റിവിറ്റിയാണ് എയിം ഡൗൺ സൈഡ്. അപ്പം ഒരു ഗൈറോ പ്ലെയറിന് ADS എന്ന് പറയുന്ന സെൻസിറ്റിവിറ്റിയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗൈറോ വെച്ച് എയിം റീകോയിൽ കൺട്രോൾ ചെയ്യുന്നത് ഗൈറോ വെച്ചിട്ടായിരിക്കുമല്ലോ, നമ്മൾ റീകോയിൽ കൺട്രോൾ ചെയ്യുക. ഫോൺ ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും റീകോയിൽ കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് ADSൻ്റെ സെൻസിറ്റിവിറ്റി ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു വിരൽ വെച്ച റീകോയിൽ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആ സെൻസിറ്റിവിറ്റി പോയി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇതിൽ പോയി അഡ്ജസ്റ്റ് ചെയ്ത്, ഇതാണ് എൻ്റെ ADSൻ്റെ സെൻസിറ്റിവിറ്റി. ഞാൻ ഇട്ടേക്കുന്ന സെൻസിറ്റിവിറ്റി ഓരോ ഇത് നോക്കിയിട്ട് 1-2 അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആക്കുക. അതാണ് ADS സെൻസിറ്റിവിറ്റി. പിന്നെ ജൈറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് നോസ്കോപ്പ് എന്താണെന്നറിയാം. അതുകൊണ്ട് ഓരോ എയിം അസിസ്റ്റും ഹോളോഗ്രാഫിക്സ് 2x 3x 4x 6x അങ്ങനെ ഓരോരോ സ്കോപ്പിനും നിങ്ങൾ ഗൈറോ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പം ഞാനൊക്കെ ഗൈറോ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഫോൺ ഇപ്പം എന്താ പറയുക സെൻസിറ്റിവിറ്റി പോയിട്ട് ഇപ്പം എന്താ പറയുക 3xൻ്റെ സെൻസിറ്റിവിറ്റി 250 ഞാനത് 120 ഇട്ടെന്ന് വെച്ചോ.
ഞാൻ 120 ഇടും. 120 കിടക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ 3x എന്ന് വെച്ചാൽ ഇപ്പോൾ 6 ഇതിപ്പോൾ 6 ഇപ്പോൾ 3 ആക്കി, അല്ലെങ്കിൽ 3x തന്നെ ഇട്ട് കാണിച്ചത്, 3x എടുത്തില്ലല്ലേ, ഇതിപ്പോൾ 6 3 ആക്കി ഒരു ഇതാണ്. അപ്പം ഞാനപ്പോൾ നോർമലി ഇപ്പം എന്താ പറയുക, റീകോയിൽ അടിച്ചിട്ട് ഞാൻ ഫോണിന് ഒരുപാട് താഴ്ത്തേണ്ടി വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഫോൺ ഒരുപാട് ഇതിപ്പം എൻ്റെ വേറെ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുന്നു ഫോൺ ഞാൻ എത്രത്തോളം താഴ്ത്തുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് താഴ്ത്തേണ്ടി വരുന്നുണ്ട്, അത് സെൻസിറ്റിവിറ്റി കുറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സെൻസിറ്റിവിറ്റി പോയിട്ട് അതൊന്ന് കൂട്ടിയിടും. 3x സെൻസിറ്റിവിറ്റി ഒന്ന് കൂട്ടിയിട്ടിട്ട് ഞാനൊരു എനിക്ക് 215 പക്ക സെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ 215 ഇടുമ്പോഴത്തേക്ക് എനിക്ക് ലോങ് റേഞ്ച് സ്പ്രേ ആണെങ്കിൽ തന്നെ 3x ഭയങ്കര സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ഇതിപ്പോൾ 6x കിടക്കുന്നത്, 6x കിടക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഒരേ പോയിന്റിൽ തന്നെ എനിക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കുക. ഓരോ ഇത് ഒരു 5 കൂട്ടി 5 കുറച്ച് അങ്ങനെ നോക്കുക. 5 കൂട്ടിയും 5 കുറച്ച് ഇട്ടിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഫോൺ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അതനുസരിച്ചിട്ട് ഓരോ ഇത് ഇടുക. അതാണ് അപ്പോൾ ജൈറോ സെൻസിറ്റിവിറ്റി. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓരോ ഗ്രിപ്പിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് ഗ്രിപ്പുകൾ? അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 4 ടൈപ്പ് ഗ്രിപ്പ് കാണാം. ഇപ്പം നല്ല 5 ടൈപ്പ്. ഒന്ന് തം ഗ്രിപ്പ്, ഒന്ന് ഹാഫ് ഗ്രിപ്പ്, ഒന്ന് ലൈറ്റ് ഗ്രിപ്പ്, ഒന്ന് വെർട്ടിക്കൽ ഗ്രിപ്പ്, ഒന്ന് ആംഗിൾ ഗ്രിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് നിങ്ങൾ ഏത് ഗ്രിപ്പിട്ട് കളിക്കണം സ്പ്രേ ചെയ്യാൻ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിഫറൻസാണ്. നിങ്ങൾക്ക് ഏതാണോ കൺട്രോൾ ചെയ്യാൻ എളുപ്പം. അതായത് ഇതിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെർട്ടിക്കൽ റീകോയിലും ഹൊറിസോണ്ടൽ റീകോയിലും എന്നൊരു റീകോയിലുണ്ട്. അതായത് വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മേലെയും താഴോട്ടുള്ള റീകോയിലും, ഹൊറിസോണ്ടൽ റീകോയിൽ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും പോകുന്ന റീകോയിലും. ഇപ്പോൾ ഞാനൊരു ഗ്രിപ്പൊന്നും ഇട്ടില്ലെങ്കിൽ ചുമ്മാ സ്കോപ്പ് കണ്ട മേലോട്ടും പോകുന്നുണ്ട്, അത് ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നുണ്ട്. അതാണ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റീകോയിൽ. അപ്പം ഓരോ ഗ്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതനുസരിച്ചിട്ട് നിങ്ങളുടെ കംഫർട്ടബിൾ ഏതായിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ അതോടെ എൻ്റെ കംഫർട്ടബിളായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തം ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീകോയിൽ കുറയ്ക്കത്തുള്ളൂ, പക്ഷേ അത് ക്യൂക്ക് സ്കോപ്പ് ഓപ്പണിംഗ് ആണ്. അതായത് തം ഗ്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്നാണ് നിങ്ങളുടെ സ്കോപ്പ് ഓപ്പൺ ആണ്. ആ ഒരു ആനിമേഷൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം തം ഗ്രിപ്പ് മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്കോപ്പ് അടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ആനിമേഷൻ ലാഗ് ഉണ്ട്, കണ്ടോ? ആ ഒരു ആനിമേഷൻ ലാഗ് ഉണ്ട്. അതിപ്പോൾ തം ഗ്രിപ്പ് ഇട്ടിട്ട് നോക്കുവാണെങ്കിൽ ആ ആനിമേഷൻ ലാഗ് മാറിയിട്ട് പെട്ടെന്ന് സ്കോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഒരു ക്ലോസ് ഫൈറ്റിലൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ സ്കോപ്പ് ആദ്യം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചില എന്താ പറയുക ഈ 7 പോയിൻറ്റ് ഗണ്ണുകളിൽ ചിലർ തം ഗ്രിപ്പ് പ്രിഫർ ചെയ്യുന്നത്. അതേ കൂട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ഗ്രിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെർട്ടിക്കൽ റീകോയിലും അതേ കൂട്ട് നിങ്ങളുടെ ഹൊറിസോണ്ടൽ റീകോയിലും കുറയ്ക്കും. അതായത് നിങ്ങളുടെ മേലോട്ടുള്ള റീകോയിലും ഇടത്തോട്ടും വലത്തോട്ടുള്ള റീകോയിലും ഈ ഗ്രിപ്പ് കുറയ്ക്കും. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതൊരു നല്ലൊരു ഗ്രിപ്പാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം 2 റീകോയിലും കുറഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ജൈറോ യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക ലൈറ്റ് ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ എന്താ പറയുക ഗണ്ണിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും. അതായത് ഇപ്പോൾ ഓരോ ഒരു തെറിക്കലുണ്ട്, ഈ സ്കോപ്പ് ഒരു തെറിക്കുന്ന പോലെ ഇതുണ്ട്. അതിപ്പോൾ അത് കുറഞ്ഞിട്ട് എന്താ പറയുക സ്റ്റെബിലിറ്റി കൂട്ടും. ഗണ്ണിൻ്റെ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും ലൈറ്റ് ഗ്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ലോങ് സ്പ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഒരു 100-200 മീറ്ററിന് മുകളിലേക്കുള്ള സ്പ്രേക്ക് എന്ന് വെച്ചാൽ ലൈറ്റ് ഗ്രിപ്പ് ഭയങ്കര സുഖമാണ്. സ്കോപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരേ പോയിന്റ് തന്നെ വെച്ച് സ്പ്രേ ചെയ്യാൻ പറ്റും. അതാണ് ചിലർ ലൈറ്റ് ഗ്രിപ്പ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് റീകോയിലും കുറയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആംഗിൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രിപ്പ് വെർട്ടിക്കൽ റീകോയിൽ കുറയ്ക്കില്ല, പക്ഷേ നിങ്ങളുടെ ഹൊറിസോണ്ടൽ റീകോയിൽ നല്ല രീതിയിൽ കുറയ്ക്കും. അതേ കൂട്ട് ഇതിൻ്റെ എയിമിങ് ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് മറ്റേ തം ഗ്രിപ്പിനെ പോലത്തെ ഒരു ഫീച്ചറാണ് ഇതിനുള്ളത്. ആംഗിൾ ഗ്രിപ്പിന് പെട്ടെന്ന് സ്കോപ്പ് ഓപ്പൺ ആവും, എയിമിങ് ഫാസ്റ്റ് ആണ്. അതാണ് ഈ ഗ്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞൊരു പ്ലെയറിന് വെർട്ടിക്കൽ റീകോയിൽ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാൻ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഗ്രിപ്പാണ്. പേഴ്സണലി എൻ്റെ പ്രിഫറൻസ് ആംഗിൾ ഗ്രിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഹാഫ് ഗ്രിപ്പ്, പിന്നെ ലൈറ്റ്, പിന്നെ വെർട്ടിക്കൽ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് വെർട്ടിക്കൽ റീകോയിൽ കൺട്രോൾ ചെയ്യാം. എനിക്ക് മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ റീകോയിൽ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രിപ്പാണ്. പക്ഷേ ഈ ഹാഫ് ഗ്രിപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്റ്റെബിലിറ്റി ഇല്ല ഹാഫ് ഗ്രിപ്പിന്. അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഹാഫ് ഗ്രിപ്പ് ഇട്ട് സ്പ്രേ ചെയ്യാന്ന് വെച്ചു, ഹാഫ് ഗ്രിപ്പ് ഇട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കോപ്പിങ് നടന്നൊരു കുലുക്കമുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഹാഫ് ഗ്രിപ്പ് ഇടുമ്പോൾ. പക്ഷേ ആംഗിൾ ഗ്രിപ്പ് ഇടുമ്പം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. അതൊരു പ്ലെയർ അനുസരിച്ച് മാറും. പിന്നെ ലാസ്റ്റ് ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് വെർട്ടിക്കൽ റീകോയിൽ കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് അപ്പോൾ ഹൊറിസോണ്ടൽ റീകോയിൽ കൂടുതൽ അറിയാം.
അപ്പം നിങ്ങളപ്പം ഹോറിസോണ്ടൽ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പം വെർട്ടിക്കൽ ഗ്രിപ്പ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഹോറിസോണ്ടൽ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മതി. അങ്ങനെ പല ഗ്രിപ്പിനും പല ഗുണങ്ങളാണ്. അപ്പം നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയും അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ ബ്രോസ് പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്കുള്ള സംശയത്തിനുള്ള എല്ലാത്തരം ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കും. ഐ എം ബ്രാവോ വൈ ടി സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ബ്രോസ്. നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹെൽപ്പ് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ആക്കി കൊടുക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ബ്രോസ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.